ഒരുപടി. ഇന്ന് ഞാൻ നെല്ലിക്ക കൊണ്ടുള്ള ഒരു കിച്ചടിയാണ് കാണിക്കുന്നത്. നെല്ലിക്കയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ? ഇതെല്ലാം വൈറ്റമിൻ സി ആണ് ഇതിനകം ഫുൾ. നെല്ലിക്ക വൈറ്റമിൻ സി കാരണം നമ്മുടെ തൊലിക്കും കണ്ണിനും എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. അപ്പം നെല്ലിക്ക കൊണ്ടുള്ള കിച്ചടിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ 2 നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ നെല്ലിക്കയാണെങ്കിൽ 1 മതി. ഇത് ചെറിയ നെല്ലിക്കയായിരുന്നു, അതുകൊണ്ട് 2 ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. 3 പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി, പിന്നെ ഇതുപോലൊരു പാത്രം തേങ്ങ, അതായത് ഏകദേശം ഒരു കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് കടുക് വേണം. കടുക് നമുക്ക് കടുക് വറക്കാനും കുറച്ച് ചതയ്ക്കാനും കൂടെ ഉള്ള കടുകാണ്. പിന്നെ ഒരു പാത്രം തൈരിന് വലിയ പുളി വേണ്ട, എന്ന് വെച്ചാൽ നെല്ലിക്കയ്ക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് തൈരിന് വലിയ പുളി വേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കടുക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വറ്റൽമുളക്, ഉലുവ, ഓൾറെഡി കടുക് വെച്ചിട്ടുണ്ട്, കരിവേപ്പില. പിന്നെ അരയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പും ചേർത്താണ് അരയ്ക്കുന്നത്. ആദ്യം നമ്മൾ ഈ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയും 3 പച്ചമുളക്, ഈ പച്ചമുളകും പിന്നെ ഒരു ഉണ്ടമുളകാണ് കേട്ടോ. അപ്പോൾ നീണ്ട മുളകാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം. ഉണ്ടമുളകും ഒരു ചെറിയ കഷ്ണം ഉള്ളി മതി. ഇത് 3 കൂടെ ഇട്ടിട്ട് അതിൽ തേങ്ങ പുറത്തിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ ഇത് അരച്ചിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കാം. ഇതും കൂടെ നല്ലപോലെ അരച്ചെടുക്കുക. ഇത് അരഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് കടുകും കൂടെ ഇട്ട് ഇതൊന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർക്കുക. തൈര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിടണം. ഇതിപ്പോൾ തൈരൊക്കെ ചേർത്ത് നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് കടുക് വറുത്തിട്ടാൽ മാത്രം മതി. കടുക് കുറച്ച് സ്പൂൺ ഉലുവ, രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് കടുക്. കടുക് വറുത്തിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെടുത്ത് അതിലോട്ട് തിരിച്ചിടരുത്. ഇത് കംപ്ലീറ്റ് കറുത്തു പോകും. എപ്പോഴും കടുക് വറുത്ത് ഇതിലോട്ട് മാത്രമേ ഇടാവുള്ളൂ, തിരിച്ച് ഇടാൻ പാടില്ല. സാധാരണ നമ്മൾ കടുക് വറുക്കുമ്പം തിരിച്ച് പാത്രത്തിയിട്ടൊന്ന് എടുക്കും. നെല്ലിക്ക അങ്ങനെ ഇടാൻ പാടില്ല. നമ്മുടെ നെല്ലിക്ക ചെടി ഇതാ വളരെ വേഗം റെഡിയായി കഴിഞ്ഞു. നമുക്ക് മെയിൻ കറികളൊക്കെ ഉള്ളപ്പോൾ ഒരു തൊട്ടുകറിയായിട്ട് ഉണ്ടാക്കാൻ ഇത് വളരെ നല്ല സാധനമാണ്. നമ്മുടെ ആരോഗ്യത്തിനും നെല്ലിക്ക നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക.